വൃക്ക തട്ടിപ്പിന് പിന്നാലെ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇടനിലക്കാരനൊളിവിൽ ഇടനിലക്കാരനും കൂട്ടാളികളുമടക്കം 4 പേർക്കെതിരെയാണ് മരട് പനങ്ങാട് പോലീസ് കേസെടുത്തത്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിയെന്നും യുവതി ജനം ടിവിയോട് വെളിപ്പെടുത്തിയിരുന്നു. 2018 മാർച്ച് 2 കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കടുത്തുള്ള ലോഡ്ജിൽ വെച്ചും പനങ്ങാട് ഫിഷറീസ് കോളേജിനടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ചും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട്. അവയവ കച്ചവടത്തിന്റെ ഇടനിലക്കാരൻ ഷാജിയും കൂട്ടാളികളുമാണ് ലൈംഗിക ചൂഷണം നടത്തുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. 2023 ജനുവരി വരെ പീഡനം തുടർന്നിട്ടുണ്ട്. ഷാജിക്ക് പുറമെ ധന്യ, ഷൈൻ, ഷിനോജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിവരം പുറത്തു പറയുമെന്ന് കരുതി തന്നെ ലോഡ്ജിൽ 4 ദിവസത്തോളം പൂട്ടിയിട്ടെന്നും യുവതി പരാതിപ്പെട്ടു. ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും പ്രലോഭിപ്പിച്ച് വൃക്ക വിൽപ്പന നടത്തിക്കുകയുമായിരുന്നെന്നും പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട്. വൃക്ക നൽകിയാൽ വീട് വെച്ച് നൽകാമെന്ന് ഇടനിലക്കാരൻ ഷാജി തനിക്കും കുടുംബത്തിനും വാഗ്ദാനം നൽകിയിരുന്നു. കേസിലെ പ്രതികളെല്ലാം അവയവ കച്ചവട മാഫിയയിലെയും മുഖ്യകണ്ണികളാണ്. ഷാജിക്ക് വേണ്ടി സ്വീകർത്താക്കളെ കണ്ടെത്തി നൽകിയിരുന്നതും ഇവരാണ്. 1-ാം പ്രതി ഷാജിക്കൊപ്പം ചേർന്ന് നഗ്നദൃശ്യങ്ങൾ പകർത്തിയത് 2, 3, 4 പ്രതികളാണ്. യുവതിയുടെ വെളിപ്പെടുത്തൽ ജനം ടിവി പുറത്തുവിട്ടതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് അറിയിച്ചു. ജനം, കൊച്ചി.